ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മസാല തേക്കലും ഫ്രൈ ചെയ്യേണ്ട ഒരു വീഡിയോ ഇട്ടാട്ടോ വന്നേ. അപ്പോൾ ഇത് നമ്മൾ കഴുകണ സമയത്ത് ഇതിനൊരു സ്മെല്ലുണ്ടാവും, ഒരു ഉടുമ്പ് സ്മെല്ലുണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഇതിൽ മസാല പിടിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ മസാല കൂട്ടണേ നോക്കാം. തുടങ്ങിയോ? ആദ്യം നമ്മൾ ഇതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ഫിഷ് മസാല കേട്ടോ, ഫിഷ് മസാല ഒരിത്തിരി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കത് നന്നായിട്ട് മീൻ കഷ്ണത്തിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മസാല മീൻ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് ഇതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് മസാല ഇതിൽ പിടിക്കണം. നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലൊരിത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 2 മണിക്കൂർ മുന്നേ നമ്മൾ മീൻ മസാല വെച്ചത് റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മളിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടാകട്ടെ. ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണേ. പുഴമീനല്ലേ, നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിപ്പോൾ 2 മണിക്കൂറായല്ലോ മസാല തേച്ച് വെച്ചിട്ട്. 2 മണിക്കൂർ കൊണ്ട് തന്നെ അതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വെക്കണം ഉപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഞാൻ ഉപ്പ് ഒക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് കഴിയുമ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവുള്ള പോലെ നമുക്ക് തോന്നും.
അപ്പോൾ നമ്മളൊരു ഇത്തിരി കൂടി ആവശ്യമുള്ള ഒരു ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ ഒരു ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ മീൻ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഭാഗം നന്നായിട്ട് വേവട്ടെ. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. നമ്മളെ മീനിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് ഇനി മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ മീൻ കഷ്ണങ്ങളും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ കഷ്ണങ്ങളും നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി ഫ്രൈ ആവട്ടെ. അങ്ങനെ നമ്മളെ പുഴമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.